അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ എൻ്റെ വീട്ടിൽ ഉത്സവമായിട്ടോ. അപ്പം എനിക്ക് അതായത് അമ്പലത്തിൽ നമ്മുടെ ചോറ് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ടോ. അപ്പോൾ അങ്ങനെ ചോറ് കഴിക്കാനും എന്നുള്ളത് കൊണ്ട് ഞാൻ ഉത്സവത്തിന് പോവാൻ പാടില്ല എന്ന് ഏട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്പലത്തിൽ കയറാൻ പറ്റില്ലല്ലോ നമുക്ക്. പക്ഷേ ഞാൻ എന്താക്കി, അമ്പലത്തിൽ തൊട്ടടുത്തുള്ള വീട്ടിൽ പോയി അമ്മ അമ്പലത്തിൽ നിന്ന് ഫുഡ് കൊണ്ടുത്തന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞിരുന്നു നൈറ്റ് പിന്നെ നമ്മുടെ എഴുന്നള്ളത്തൊന്നും കാണാൻ വേണ്ടി പോകാൻ പാടില്ല, വീട്ടിൽ നിന്ന് എവിടെയും പോകരുത്, വീട്ടിൽ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിതൊക്കെ കാണണം എന്ന്, നമുക്ക് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഓരോ ഇതുണ്ടാവുമല്ലോ ആഗ്രഹങ്ങൾ. അതേപോലെ അപ്പോഴും എനിക്ക് തോന്നിയ ആഗ്രഹമാണ് അമ്പലത്തിൽ ചോറ് കഴിക്കുക, എഴുന്നള്ളത്ത് കാണുക, ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 6 മണി 6:30 ആയപ്പോഴത്തേക്ക് അച്ഛമ്മേനെയും കൂട്ടിയിട്ട് അച്ഛമ്മയ്ക്ക് എഴുന്നള്ളത്ത് കാണാൻ പോകാനായിരുന്നു. അപ്പം എൻ്റെ കൂടെ നിൽക്കാൻ ആളില്ല കേട്ടോ. അപ്പം ഞാൻ എന്താക്കി, അച്ഛമ്മേൻ്റെ കൂടെ പോയേ പറ്റൂ. അങ്ങനെ ഞാൻ അച്ഛമ്മേൻ്റെ കൂടെ പോയി. അപ്പം അച്ഛമ്മേൻ്റെ കൂടെ അങ്ങനെ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് ഏട്ടൻ വിളിക്കുന്നത്, ഞാൻ അമ്പലത്തിൽ പോയോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ഞാൻ വേഗം കുറച്ച് അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് വഴിയിലോട്ട് മാറി നിന്നിട്ട് ഫോൺ എടുത്തു കേട്ടോ. അപ്പം ഇങ്ങനെ എന്നോട് ചോദിക്കുന്നുണ്ട്, നീ അമ്പലത്തിൽ പോയില്ലേ, അവിടുത്തെ സൗണ്ടും അനൗൺസ്മെൻറ്റൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, നീ അമ്പലത്തിൽ പോയില്ലേ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ വീട്ടിലേക്ക് കേൾക്കുന്നതാണ്, അത് മൈക്കിൽ സൗണ്ടാണ്, എൻ്റെ വീട്ടിലേക്ക് ശരിക്കും കേൾക്കാം, വീടിൻ്റെ അടുത്താണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അമ്പലത്തിലായിരുന്നു കേട്ടോ, പറഞ്ഞില്ല. അപ്പോൾ പിന്നെയും കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വിളിച്ചിട്ട് പറഞ്ഞു, സത്യം പറഞ്ഞാൽ നീ അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞു. കാരണം എൻ്റെയും കുട്ടീൻ്റെയും സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ എൻ്റെ അപ്പോഴത്തെ ആഗ്രഹം എനിക്ക് പോകണം എന്നായിരുന്നല്ലോ, അതുകൊണ്ട് പോയതാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻറ്റി വിളിക്കുന്ന, അതായത് ഏട്ടൻ്റെ വല്യച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ വീട്ടിലേക്ക് വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഏട്ടനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. പിന്നെ ഏട്ടൻ എന്നെ വിളിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല കേട്ടോ. അവരിങ്ങനെ മരിച്ചെടുത്ത് പോകേണ്ടതൊക്കെ തിരക്കായി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായിരുന്നു കേട്ടോ എനിക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടത്. അപ്പോൾ പെയിനും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ നേരത്തെ പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. കാരണം അങ്ങനെ കുറേ ലേറ്റായിട്ടല്ലേ കുട്ടി ഉണ്ടാവുന്നത്. അങ്ങനെ ഹോസ്പിറ്റലിൽ അമ്മ പറഞ്ഞു വണ്ടി വിളിച്ച് ഹോസ്പിറ്റലിൽ പോകാമെന്ന്. ഏട്ടനും ഇല്ല, കാരണം വലിയച്ഛൻ മരിച്ചിട്ട് കോഴിക്കോട് പോയതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, കുഴപ്പമില്ല, ബസ്സിന് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിലേക്കുള്ള പാക്കിങ്ങൊക്കെ ചെയ്ത ബാഗുകളൊക്കെ ആയിട്ട്